ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹീറോ ഹോണ്ടയുടെ CDDLX വണ്ടി ജനറൽ സർവീസായിട്ടാണ് കയറ്റിയാണ്. അപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ബ്രേക്ക് ലൈനർ അത്യാവശ്യം ഉപയോഗിച്ചൊരു ഇതായിട്ടുണ്ട്. ബ്രേക്ക് ലൈനറുമ്പോൾ നോക്കുമ്പോൾ ഇവിടെ ഒരു ചെറിയ സ്റ്റെപ്പ് പോലെയൊക്കെ വന്നിട്ടുണ്ട് ഈ സൈഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഹബിൻ്റെ ഭാഗം നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഹബിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ തേയ്മാനം വന്നിട്ട് ഒരു സ്റ്റെപ്പ് പോലെ വന്നേക്കാണ് ഇതിനകത്ത്. ഇവിടെ നോക്കുമ്പോൾ അറിയാം. അപ്പോൾ തൽക്കാലം നമുക്കതൊന്ന് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലെയ്ത്തിൽ കൊടുത്ത് ക്ലിയർ ചെയ്താലാണ് കറക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ നമുക്കൊന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് ശരിക്കും ഒന്ന് പിടിച്ച് ബ്രേക്ക് ലൈനർ തൽക്കാലം മാറ്റാം. പിന്നെ അത്യാവശ്യം കുറച്ച് മെയിൻ്റനൻസ് വണ്ടിക്ക് ഉണ്ട്. അത് ചെയ്യുന്ന കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ വീല് ലെയ്ത്തിൽ കൊടുത്തിട്ട് അത് ക്ലിയർ ചെയ്താലാണ് അത് 100% പെർഫെക്റ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ തൽക്കാലം ലൈനർ തീർന്നിട്ടുണ്ട്, അത് നമുക്ക് മാറ്റി ഉപയോഗിക്കാം. പക്ഷേ ഹബിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് നിലവിൽ. പിന്നെ അതേപോലെ തന്നെ വീലിൻ്റെ ഡാമ്പർ റബ്ബർ പൊട്ടി കിടക്കണം, അപ്പോൾ നമുക്ക് മാറ്റണം. ചെയിൻ സ്പോക്കറ്റ് അഡ്ജസ്റ്റിങ് മാക്സിമത്തിലേക്ക് ആയിട്ടുണ്ട്, അഡ്ജസ്റ്റ് ചെയ്ത് തീർന്നു സൈഡിൽ കേട്ടോ. അപ്പോൾ നോക്കുമ്പോൾ സ്പോക്കറ്റ് വലിയ പ്രോബ്ലം തോന്നണില്ല. അപ്പോൾ നമുക്കൊരു ചെറുതായിട്ടൊന്ന് കണ്ണി എടുത്തിട്ട് ചെയിൻ ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്റർ ചെക്ക് ചെയ്യുമ്പോൾ എയർ ഫിൽറ്ററൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ അഴുക്കായിട്ടുണ്ട്. എയർ ഫിൽറ്റർ മാറ്റണം. എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് മാറ്റിയിടണം. അതേ പറയാൻ കാരണം എന്ന് വെച്ചാൽ എയർ ഫിൽറ്റർ പ്ലഗ് മാറ്റാം. വണ്ടിക്ക് പൊല്യൂഷൻ ഇല്ല നിലവിൽ. പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കൂട്ടത്തിൽ എടുത്ത് പോകണമാണ് നല്ലത്. ഇപ്പോൾ പൊല്യൂഷൻ നമ്മൾ ചെക്ക് ചെയ്തായിരുന്നു. ജൂലൈ മാസം 2024 ജൂലൈയിൽ വരെ ഉണ്ടായുള്ളൂ. അത് ഓൾറെഡി തീർന്നാണ് നിൽക്കണം. അപ്പോൾ കൂട്ടത്തിൽ വേണമെങ്കിൽ അതുകൂടി നമുക്ക് എടുക്കാവുന്നുള്ളൂ. തന്നെയല്ല എയർ ഫിൽറ്ററിൻ്റെ ഒക്കെ അവസ്ഥ ഇതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മളത് എയർ ഫിൽറ്ററും പ്ലഗും മാറുന്നത് പറയും. പിന്നെ അതേപോലെ എഞ്ചിൻ ഓയിൽ മാറുന്നുണ്ട്. പിന്നെ വണ്ടി ഓടിച്ച് നോക്കുമ്പോൾ തന്നെ നമുക്ക് 1-2 കംപ്ലയിൻസുകൾ അല്ലാതെ ഉണ്ട്. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ടൈമിംഗ് ചെയിൻ്റെ സൗണ്ട് ഉണ്ട്. എൻജിൻ ഹെഡിൻ്റെ അവിടെ നിന്ന് ഓയിൽ മൈന്യൂട്ടായിട്ട് കത്തി പോകുന്നൊരു കംപ്ലയിൻ്റ് ഉണ്ട്. ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. ക്ലച്ച് ഡിസ്കിൻ്റെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ആക്സിലേറ്റർ കൊടുക്കുമ്പോൾ ഒരു റേസിങ് കാണിച്ചതിന് ശേഷം വണ്ടി മൂവ് ആവുള്ളൂ. അത് വന്നത് ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. കിക്കർ പിടിക്കുമ്പോൾ പിടിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് ക്ലച്ച് ഡിസ്കിൻ്റെയാണ്. അപ്പോൾ ക്ലച്ച് ഡിസ്കും ടൈമിംഗ് ചെയിനും സിലിണ്ടറിൻ്റെയും ഭാഗത്ത് കംപ്ലയിൻ്റ് ഉണ്ട്. അപ്പോൾ അത് തൽക്കാലം പെൻഡിങ് നിർത്തുന്ന രീതിയിലാണ് പറഞ്ഞത്. അപ്പോൾ തൽക്കാലം പെൻഡിങ് നിർത്താം. അപ്പോൾ ആ വർക്ക് ചെയ്യാനായിട്ട് കയറ്റണ കൂട്ടത്തിൽ കൂടെ നമുക്ക് ഈ ഹബിൻ്റെ കേസും കൂടി ക്ലിയർ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ പിന്നെ നമുക്ക് അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ കേബിൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആക്സിലേറ്ററിൻ്റെ കേബിൾ മാറ്റേണ്ടതായിട്ടുണ്ട്. ആ 3 കേബിളുകൾ നമുക്ക് ചേഞ്ച് ചെയ്ത് തരണം. കാരണം ഒക്കെ ടൈറ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അതേപോലെ സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല. ഇപ്പോൾ മീറ്റർ റെഡി ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഈ മെക്കാനിസം ഇത് നല്ല ടൈറ്റാണ്, ഒടിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ആ മെക്കാനിസം ഈ കാണുന്ന മെഷീൻ, അതിൻ്റെ മെഷീൻ മാത്രമായിട്ട് കിട്ടുക ഏകദേശം ഒരു 300 രൂപ 350 രൂപ എടുത്താൽ അതിൻ്റെ കോസ്റ്റ് വരാം. ആ മെഷീൻ മാറ്റാം. അതേപോലെ തന്നെ കേബിളും ക്രൗണും പിന്നിനും മാറ്റിയ സ്പീഡോമീറ്ററിൻ്റെ കേസ് നമുക്ക് റെഡിയാക്കാവുന്നുള്ളൂ. മീറ്റർ റെഡിയാക്കി ഇടേണ്ട അത്യാവശ്യം എന്താ വെച്ചാൽ വണ്ടിയുടെ മെയിൻ്റനൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് കിലോമീറ്റർ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അത് വർക്ക് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ചെയ്തിടുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. കൂട്ടത്തിൽ കൂടെ നമ്മൾ ഫ്രണ്ട് വീലഴിക്കും, ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാണ് റീസെറ്റ് ചെയ്യുള്ളൂ. ഫ്രണ്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ ടയറിൻ്റെ സെൻറ്റർ പോർഷനൊക്കെ തീർന്നേക്കാം കേട്ടോ. ഈ സൈഡിലെ ഗ്രൂ മാത്രമേ ഉള്ളൂ. ടയർ ഏകദേശം തീർന്ന കണ്ടീഷനിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും പ്ലഗിൻ്റെ കേസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്ലഗ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കാർബൺ ഉണ്ട് അതിനകത്ത്. ഓൾറെഡി ഓയിൽ കത്തണ കംപ്ലയിൻ്റ് ഉണ്ട്. അത് കൂടാതെ കൊണ്ട് തന്നെ അത്യാവശ്യം കരിയുടേതായിട്ടുള്ള പ്രശ്നം, വണ്ടിയുടെ പോയിൻ്റൊക്കെ കത്തി തീർന്നോ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസൊക്കെ ഉണ്ട്. അപ്പോൾ എയർ ഫിൽറ്ററും പ്ലഗും നമുക്ക് ആ കൂട്ടത്തിൽ മാറ്റിവിടുന്നതായിരിക്കും നല്ലത്. പിന്നെ ബാറ്ററി ഓൾറെഡി കംപ്ലയിൻ്റ് ആണ്. ഒരു കൺവെർട്ടർ യൂണിറ്റ് വെച്ചതിന് ശേഷമാണ് ബാറ്ററി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതായത് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ വർക്ക് ചെയ്യുന്നത് കൺവെർട്ടർ വെച്ചിട്ടാണ്. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ഇൻഡിക്കേറ്റർ, ഈ സൈഡ് ഇൻഡിക്കേറ്റർ ഇല്ല, ലെഫ്റ്റ് സൈഡ് റിയർ ഇൻഡിക്കേറ്റർ ഇല്ല, റൈറ്റ് സൈഡ് ആയാലും ഏതാണ്ട് ഒടിഞ്ഞേക്കുന്നൊരു കണ്ടീഷനാണ്. ഇപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കമ്പനി ഒറിജിനൽ പാർട്സ് വരാമെന്ന് പറഞ്ഞാൽ ഈ യെല്ലോ ഷെയ്ഡിലുള്ള ഗ്ലാസ്സുകളില്ല, പ്രോൻ്റെ ടൈപ്പാണ്, അതായത് വൈറ്റ് ഗ്ലാസ്സാണ് വരാം. അപ്പോൾ അത് മാറ്റുന്നുണ്ടെങ്കിൽ ആ 2 മാറ്റി വയ്ക്കുകയാണെങ്കിൽ നമുക്കത് വർക്കിംഗ് ആക്കാവുന്നുള്ളൂ. അതേപോലെ തന്നെ പിന്നീട് എപ്പോഴെങ്കിലും മാറ്റുമ്പോൾ ഫ്രണ്ടും അങ്ങനെ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ആയിക്കോളും. ഇതിപ്പോൾ നമുക്ക് കമ്പനി ഐറ്റംസ് ഒറിജിനൽ അവൈലബിൾ അല്ല ഈ മോഡൽ കേട്ടോ. അത് ഓൾറെഡി വണ്ടി കമ്പനി നിർത്തി. കാരണം പഴയ മോഡൽ ഐറ്റംസ് വണ്ടി നിർത്തിയേക്കണം ആ പാർട്സുകളൊക്കെ. പിന്നെ ഈ ഫുഡ് റെസ്റ്റൊക്കെ സൈഡ് ഒടിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഫുഡ് റെസ്റ്റൊക്കെ മാറ്റിയിടുന്നതാണ് കുറച്ച് നല്ലത്. കാരണം എന്ന് വെച്ചാൽ വെൽഡ് ചെയ്താൽ കിട്ടുന്ന ഒരു പൊസിഷനൊക്കെ കഴിഞ്ഞാൽ പിന്നൊക്കെ നല്ല രീതിയിൽ തേയ്മാനം വന്നു പോയിട്ടുണ്ട്. ബാക്കിലത്തെ ആയാലും അല്ലെങ്കിൽ പിന്നെ ടെസ്റ്റിന് കയറ്റുമ്പോൾ ആ കൂട്ടത്തിൽ ചെയ്താലും മതി കേട്ടോ. ക്രാഷ് കാർഡൊക്കെ ഇവിടെ തുരുമ്പിട്ട് പോയിട്ടുണ്ട്. അതൊക്കെ ടെസ്റ്റിന് കയറ്റുമ്പോൾ ചെയ്താലും മതി. ടെസ്റ്റ് വർക്ക് വലിയ താമസിച്ചാണ്ട് ആവും നമുക്ക് വേണ്ടി. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് അതുമായി ബന്ധപ്പെട്ട് വന്ന വർക്കുകൾ. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും വീഡിയോ ഫയലടക്കം വാട്സാപ്പിലേക്കൊന്ന് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. അതനുസരിച്ചിട്ട് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.